അവനെ വെറുതെ വിടരുത്. നമ്മുടെ നാട്ടിൽ വന്നിട്ടേ വലിയ വിളച്ചെടുക്കണ്ട. അവൻ വന്ന് വണ്ടി വന്ന അപ്പ കീറിക്കോളാം നീ. കുറച്ചു ദിവസമായിട്ടേ രാത്രിയാകുമ്പോ ഒരുത്തൻ ആ വീട്ടിൽ വരും. രാത്രി വരും, രാവിലെ പോവും. ഇത് തന്നെ നമ്മുടെ നാട്ടിൽ ഈ പരിപാടി പറ്റില്ലട്ടാ. ഞാൻ ശരിയാക്കുന്നു. അങ്ങനെ പോയി ചോദിക്കണല്ലോ. ദേവൻ വരണ്ട്. വാ വാ വാ. ഈ പരിപാടി കൊണ്ട് നടക്കില്ല കേട്ടോ. എന്ത് പരിപാടിയാട്ടാ? നിന്റെ രാത്രിയിലത്തെ പരിപാടി. ഈ രാത്രിയുള്ള നിന്റെ വരവ് ഞങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിച്ചു. നീ രാത്രി വന്നിട്ട് പകരം നീ അവിടെ പോകുന്നുണ്ട്. ഈ നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്. മേലെ പരിപാടി ആവർത്തിക്കരുത്. എന്റെ പെങ്ങളുടെ വീട്ടിൽ പോണതിന് ആർക്കട കുഴപ്പം? അതിന് ഞാൻ സമയം കാലൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടാ? രാജീവ്? ആ, രാജീവ് തന്നെ. ചേട്ടൻ ഞാൻ ഈ വഴി പലപ്പോഴും പോയിട്ടുണ്ട്. പോണ സമയത്ത് ചേട്ടനെ കാണുമ്പോൾ ഞാൻ ചിരിക്കാറ് പോലും ഉണ്ട്. അപ്പോഴൊക്കെ ചേട്ടന് ചോദിക്കാന്നില്ലേ ഞാൻ എവിടേക്ക് പോണേന്ന്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചേട്ടന്? സോറി കേട്ടോ, സോറി. മുൻവിധിയോടെ ഒന്നിനും സമീപിക്കരുത്. സോറി കേട്ടോ. സോറി. താക്കോൽ. ഓക്കെ. ചേട്ടോ, ചേട്ടോ, ഞാനിവിടെ ഇരുന്നപ്പോഴേ പുറത്ത് എന്തോ ഒരു സാധനം വീണല്ലേ? മൂളിന്നൊരു കമ്പ് ചേട്ടന്റെ മേത്ത് വീഴാൻ പോയപ്പോ ഞാനത് കയറി പിടിച്ചതാ. അതെ അല്ലേ? അവിടെ അവിടെ ഒരു കുളം ഉണ്ടെന്ന് തോന്നല്ലേ? നല്ലൊരു കുളം. ആ കുളവിനൊന്നും പോയിട്ടാ? ഒരു കാര്യമുണ്ട്. വാ ചേട്ടാ, നല്ല ബെസ്റ്റ് കുളമാണല്ലേ? നല്ല ബെസ്റ്റ് കുളം അല്ലേ? നല്ല കുളമാണ്. കേറിക്കോ, എന്നാ ചാടിക്കോ. എനിക്ക് നീന്തലറിയില്ല. അതെ? ആ, അത് നല്ലതാ. ഇങ്ങനെയൊക്കെയാണ് നീന്തൽ ഓടിക്കുന്നത്. അതിന്റെ കണ്ണട തന്നെയില്ലേ? നോട്ടെ നോട്ടെ, എങ്ങനെയുണ്ട്? അതല്ലേ? അപ്പൊ തന്നെ ഇല്ല. ചാടിക്കോ, ചാടിക്കോട്ടാ. കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ.